ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തരായിട്ടുള്ള ആളുകൾ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മാംഗ്ലൂരിന് സമീപമുള്ള മൂകാംബിക ക്ഷേത്രം. യേശുദാസൊക്കെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ സ്ഥിര സന്ദർശകനാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ കുടജാദ്രിയിലും പോകും. പിന്നെ ആളുകൾ ടൂറിസ്റ്റുകൾ പോകുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ധർമ്മസ്ഥൽ. ധർമ്മസ്ഥല എന്നും ധർമ്മസ്ഥലം എന്നും പറയും. അത് മാംഗ്ലൂരിൽ നിന്നൊരു 84 കിലോമീറ്റർ പോകുമ്പോൾ ഉജ്ജയിൻ കവാടം കാണും. അത് കഴിഞ്ഞാൽ പിന്നെ ധർമ്മസ്ഥലാണ്. അവിടെ ജൈനമതക്കാരാണ് കൂടുതലുമുള്ളത്. ആ ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബം അതിൻ്റെ ഒരു ക്ഷേത്രം തന്നെ അവിടെയുണ്ട്. മഞ്ജുനാഥ ക്ഷേത്രം വളരെ 800 വർഷത്തെ പഴക്കമുള്ള വലിയ ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രവും ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഗ്രാമവുമാണ് അവിടെ. ഗ്രാമം എന്ന് പറയുമ്പോൾ ഒരു നഗരം പട്ടണം പോലുള്ള സ്ഥലമാണ് അവിടെ. ഈ കുടുംബമാണ് അവിടെ എല്ലാം ഭരിക്കുന്നത്. അവർക്ക് ഇന്ത്യൻ ഭരണഘടന വിഷയമല്ല, ഇന്ത്യയുടെ റിപ്പബ്ലിക് വിഷയമല്ല, സ്വാതന്ത്ര്യദിനം വിഷയമല്ല, ഇതൊന്നും അവർക്ക് വിഷയമല്ല. അവരുടെ ഒരു ഭരണരീതിയാണ് അവർക്ക് അവിടെ നിന്ന്. അപ്പോൾ ആ ജൈന കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരു 6 പതിറ്റാണ്ടായിട്ട് ഒരു 10-60 വർഷമായിട്ട് അലിഖിതമായ ഒരുപാട് നിയമങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഡി സ്റ്റിക്കർ കൊടുക്കുക. ഡി സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യണമെങ്കിൽ, കാർ പാർക്ക് ചെയ്യണമെങ്കിൽ ആ ഡി സ്റ്റിക്കർ ഉള്ളവർക്ക് ഒരുപാട് പ്രിഫറൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ജൈനരാണ് കൂടുതലും, മഹാഭൂരിപക്ഷവും ജൈനമതക്കാരാണ്. പക്ഷേ അതിനകത്തൊരു തമാശ എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഉണ്ടായത് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് ഈ ജൈനരായിട്ടുള്ള ആളുകൾ, ഈ കുടുംബം വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അവിടെ വട്ടപ്പലിശയ്ക്ക് കൊടുക്കുക, അതായത് ആളുകൾക്ക് മീറ്റർ റോൾ പലിശ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ 1000 രൂപ അല്ലെ 800 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ 900 രൂപ കൊടുത്താൽ വൈകുന്നേരം 1000 രൂപ മേടിക്കും. അല്ലെങ്കിൽ 8000 രൂപ കൊടുത്താൽ 9000 രൂപ കൊടുത്താൽ വൈകുന്നേരം 10000 രൂപ മേടിക്കും. അങ്ങനെയുള്ള വട്ടപ്പലിശയ്ക്ക് കൊടുക്കുക, ലൈംഗിക താല്പര്യങ്ങൾ കാണിക്കുക, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളാണ് 10-60 വർഷമായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് വാർത്ത വരാൻ കാരണം അവിടെ 100-ലധികം സ്ത്രീകളെയും കുട്ടികളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടതായി ഒരു ശുചീകരണ തൊഴിലാളി ഇപ്പോൾ പുറത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണോ അതോ ഇത് കണ്ടിട്ട് പറഞ്ഞതാണോ? ശുചീകരണ തൊഴിലാളിയാണിത് പുറത്ത് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ ദേശീയ ശ്രദ്ധ, ഒരുപക്ഷെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്കാണ് ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പ്രദേശം, ഒരു നഗരം അല്ലെങ്കിൽ ഒരു പട്ടണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ, അതായത് 800 വർഷം പഴക്കമുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തിന് ചുറ്റുപറ്റിയുമുള്ള ഒരു പ്രദേശം എത്ര പവിത്രമായി ആത്മീയമായി മുന്നോട്ട് പോകേണ്ടതാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ചെല്ലുന്ന ധർമ്മസ്ഥലിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് വളരെ ഖേദകരമാണ്. പക്ഷേ എന്ത് ചെയ്യാം, അവിടെ നിന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അതാണ് പറയുന്നത്. നമ്മൾ ഈ CBI ഡയറക്ടറും സേതുമാധവൻ അയ്യരൊക്കെ കാണുമ്പോൾ, മമ്മൂട്ടിയുടെ സിനിമയൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട്, ഏതൊരു കൊലപാതകത്തിലും, ഏതൊരു കേസിലും, ഏതൊരു ദുഷ്പ്രവൃത്തിയിലും ഒരു തലമുടി നാരിഴയെങ്കിലും ദൈവം അല്ലെങ്കിൽ പ്രകൃതി ബാക്കി വയ്ക്കും. അത് എന്നെങ്കിലും നമുക്ക് പുറത്ത് കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ സമയമെടുക്കും, ചിലപ്പോൾ അപ്പോൾ തന്നെ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കിട്ടും, ചില കുറേ വർഷങ്ങൾ കഴിയും, ചിലപ്പം ഒരുപാട് കാലം കഴിയും. എന്തായാലും കിട്ടും എന്നുള്ളതാണ് ഒരു നന്മയുടെ, അതാണ് സത്യം എന്നായാലും ജയിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. അതാണ് രത്നം കുപ്പയിൽ കിടന്നാലും തിളങ്ങും എന്ന് പറയുന്ന കാര്യം. കുപ്പ അഴുകുമ്പോൾ തീർച്ചയായിട്ടും രത്നം തിളങ്ങുമെന്ന് പറയുന്നതിൻ്റെ കഥ അതാണ്. അപ്പോൾ എന്തായാലും ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്ന വാർത്ത വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. അവിടെ 100 കണക്കിന് ആളുകളെയാണ്, സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തും അതുപോലെ ഉപദ്രവിച്ചും ശാരീരിക പീഡനമൊക്കെ നടത്തി കുഴിച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുഴിച്ചിട്ടത് എന്നുള്ള വാർത്ത വരുന്നു. ഇത് വളരെ വളരെ ഗൗരവമായ വിഷയമാണ്. എന്തായാലും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും CBIയും അതുപോലെ തന്നെ സർക്കാരുകളുമൊക്കെ അവിടേക്ക് പോയിട്ടുണ്ട്. വലിയ അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. മാധ്യമങ്ങളെല്ലാം, മാധ്യമ പട തന്നെ അവിടെയുണ്ട്. എന്താണ് ഒരു പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നത്? ഒരു ഭരണകൂടം, ഒരു ഭരണവ്യവസ്ഥ, രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം. നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒരുപാട് സംസ്ഥാനങ്ങൾ ഇത് ചേരാൻ മടിച്ചൊക്കെ നിന്നു. അങ്ങനെ പോണ്ടിച്ചേരി അവരുടേതായ ചില കാര്യങ്ങൾ ചെയ്യുന്നു. മാഹിയിൽ ഇത്തരം കുഴപ്പമില്ലെങ്കിൽ അവരുടെ ഒരു ഭരണവ്യവസ്ഥയും കാര്യങ്ങളും ഒക്കെ കേന്ദ്രത്തിൻ്റെ വേറൊരു തരത്തിലുള്ള രീതി. മദ്യം അവിടെ വില കുറച്ച് കിട്ടും. ഇപ്പുറത്തോട്ട് തലശ്ശേരി വന്നു കഴിഞ്ഞാൽ മദ്യത്തിന് നല്ല വില കൊടുക്കണം. മാഹിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് ബാറുകളുടെ എണ്ണം. റോഡിൻ്റെ 2 സൈഡും ബാറുകളാണ്. അതുപോലെ കാശ്മീർ ഇതുവരെ 360-ൻ്റെ വകുപ്പ് വെച്ചിട്ട് വേറൊരു തരത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ പല സ്ഥലങ്ങളിലും പല നിയമങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 10-75 വർഷമായി സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോഴും, ഏകരാഷ്ട്ര സങ്കല്പമെല്ലാം പറയുമ്പോഴും, ആളുകൾക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത്, മിസ്യൂസ് ചെയ്ത് അവരവരുടെ സാമ്രാജ്യങ്ങൾ ചെറിയ തോതിലെങ്കിലും തീർത്തിട്ടുണ്ട്.
അവർക്ക് ഇതിൽ തന്നെ ഒരു നമ്മൾ കേൾക്കാനിടയായ ഒരു കന്നഡക്കാരൻ വന്ന് പറയുന്നുണ്ട്, പിന്നെ കന്നഡയിലാണ് പറയുന്നുണ്ട് എന്താണ്, അവർക്ക് റിപ്പബ്ലിക് പ്രശ്നമല്ല, സ്വാതന്ത്ര്യം ദിനം പ്രശ്നമല്ല, അവർക്ക് ഒരു വിഷയമില്ല, അവരുടെ രാജ്യം ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ്. അപ്പോൾ ജൈനമതത്തിൽപ്പെട്ട ഒരു കുടുംബം അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ ഒരു പ്രത്യേക രാജ്യം തന്നെ തീർത്തിട്ടാണ് ധർമ്മസ്ഥലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത് കുറച്ചു കാലം അവരിങ്ങനെ നന്മകൾ ചെയ്തു പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ക്രൂരതകൾ ചെയ്തപ്പോൾ ഇപ്പോൾ അതിന് വാർത്തയായിരിക്കുന്നു. വലിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. 100 കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കുഴിച്ചു മൂടിയിരിക്കുന്നു. വലിയ സങ്കടകരമായ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.